സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി വായിച്ച വേദഭാഗം, കാറ്റും കടലും കൂടി അവനെ അനുസരിക്കുന്നു. ഇവൻ ആര്? ഇത് ചോദിച്ചത് ജാതികളല്ല, ഇത് ചോദിച്ചത് നിരീശ്വരവാദികളല്ല, ഇത് ചോദിച്ചത് യുക്തിവാദികളൊന്നുമല്ല. യേശുവിൻ്റെ കൂടെ 3.5 കൊല്ലം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു നടന്നവർ, ലാസർ ഉയർക്കുന്ന കണ്ടവർ, പച്ചവെള്ളം വീഞ്ഞാകുന്ന കണ്ടവർ, യേശുവിൻ്റെ കൂടെ നടന്നവരാ ചോദിക്കുന്നത്, ഇവൻ ആര്? 3.5 കൊല്ലം തമ്പുരാന്റെ കൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവർക്ക് യേശുവിനെ ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ കാര്യം fill in the blanks with the suitable words എന്നേ പറയാൻ പറ്റും. യേശുവിൻ്റെ കൂടെ നടന്നവർക്ക് യേശുവിനെ മനസ്സിലായില്ലെങ്കിൽ, 3.5 കൊല്ലം ആഹാരം കഴിച്ച് കൂടെ ഉറങ്ങിയവനെ മനസ്സിലായില്ലെങ്കിൽ, ഇന്ന് രാത്രി കർത്താവിനെ നിനക്ക് എത്രത്തോളം അറിയാം? ആമേൻ. നിന്നെ നടത്തിയ ദൈവത്തെ എത്രത്തോളം അറിയാം? നിന്നെ പാപം മോചിച്ച കർത്താവിനെ എന്തൊക്കെ അറിയാം? ആ ദൈവത്തിൻ്റെ ആഴങ്ങളെ കുറിച്ച് എന്തൊക്കെ അറിയാം? ആ ദൈവത്തിന് എന്തൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി അറിയാം. അതിൻ്റെ അറിവിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇന്ന് രാത്രി ഒരു യാത്ര പുറപ്പെടുകയാ. കൃപയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. വാക്യങ്ങൾ വായിക്കേണ്ടത് ഞാൻ പറയാം. എന്നാൽ ഇനി ഞാൻ പറയുന്ന വാക്യങ്ങളെല്ലാം വായിക്കേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. 1 തീമോഥെയോസ് 1:15 വാക്യം, ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. എൻ്റെ യേശു ആരാണ്? അവൻ പാപം മോചിപ്പാൻ യോഗ്യനായവനോ. അത് അനുഭവിക്കുന്നവർ, അത് അനുഭവിച്ചവർ യേശുവിൻ്റെ പാപങ്ങളെ മോചിച്ചു. കാൽവരി ക്രൂശിൽ യേശുവിൻ്റെ ശാപങ്ങളെ, പാപങ്ങളെ തകർത്തു കളഞ്ഞു. ഉറപ്പുള്ളവരുടെ കയ്യടി, അവരുടെ ആരാധന, അവർ ഹല്ലേലൂയയുടെ ശബ്ദം ഇന്ന് രാത്രി മേൽപ്പുറത്ത് മുഴങ്ങട്ടെ. ആമേൻ. ദൈവമക്കളെ, ഇത് നമ്മുടെ കൺവെൻഷൻ അല്ല, ഇത് നമ്മുടെ ഉത്സവമാണ്. ആമേൻ. ഫെസ്റ്റിവൽ. ആമേൻ. ഹല്ലേലൂയ. ഫെസ്റ്റിവൽ ഓഫ് ഗ്രേസ് ചർച്ച് നമ്മുടെ ആത്മീയ ഉത്സവമാണ്. ലോകത്തിലെ എല്ലാ മതക്കാർക്കും വിശേഷ ദിവസമുണ്ട്, ഇല്ലേ? നമ്മുടെ സ്നേഹിതരായ ഹൈന്ദവരായ പ്രിയപ്പെട്ടവർക്ക് ദീപാവലി ഇല്ലേ? വരുന്നു, തിങ്കളാഴ്ചയാ. ഓണമില്ലേ? വിഷുവില്ലേ? എല്ലാം ഇല്ലേ? ഉണ്ട്. നമ്മുടെ മുസ്ലിംസ്, നമ്മുടെ സഹോദരന്മാർക്ക് ബക്രീദ് ഉണ്ട്, റംസാൻ ഉണ്ട്, എന്തെല്ലാം ഉണ്ട്. ആമേൻ. എപ്പിസ്കോപ്പൽ ക്രിസ്ത്യാനികൾക്കുണ്ട് ഈസ്റ്റർ, ക്രിസ്തുമസ്, ഇല്ലേ? നിരീശ്വരവാദിക്ക് വരെ വിശേഷ ദിവസമുണ്ട്. ഏപ്രിൽ 1 അത് അവൻ്റെ വിശേഷ ദിവസമാണ്. അറിയോ? നമുക്ക് മാത്രം എന്തോ വിശേഷ ദിവസം? നമ്മുടെ വിശേഷമാണ് സുവിശേഷം. ഓ കൃപയുള്ളവർ, അത് നീ ആഘോഷിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്നാ ആഘോഷിക്കാനിരിക്കുക? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ അത്തപ്പൂടാൻ കാത്തിരിക്കണ്ട. ഹല്ലേലൂയ. പടക്കം പൊട്ടിക്കാനാ ചിലരുടെ പ്ലാൻ. ആമേൻ. ഇത് കഴിഞ്ഞിട്ട് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഊതു പറയാ, ഉത്സവം ഇതാ, ഇതാ ഉത്സവം, ഇതാ ഉത്സവമാ, ഇതാ നമ്മുടെ ഉത്സവം. ഇന്ന് ആഘോഷിക്കുന്നേ, ഇന്ന് സന്തോഷിക്കുക. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുക. ആമേൻ. പണ്ടൊക്കെ ഇപ്പം എൻ്റെ 40ാമത്തെ വർഷമാണ്. പണ്ടൊക്കെ ഈ സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ കൈയടിക്കാത്തവരെ കാണുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു. നമ്മൾ സത്യം പറയാം, കൈയടിക്കുന്നില്ലെന്ന് ഓർത്ത് ഞാൻ അതൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ അതില്ല. എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. കൈയടിക്കാത്തവർ അവിടെ നിന്ന് കൈയടിക്കാതിരുന്നോ, നീ കയ്യും കാലും വിട്ടടിക്കും. ഇപ്പം അടിക്കുകയാണെങ്കിൽ കൈ മാത്രം അടിച്ചാൽ മതി. ഇപ്പം ആണെങ്കിൽ കൈ മാത്രം അടിച്ചാൽ മതി. ആമേൻ. കുറേ നാൾ കഴിയുമ്പോൾ കയ്യും കാലും വിട്ടടിക്കും. ഈ കിഷോർ പാസ്റ്റർ പ്രാർത്ഥിക്കാനും വരും. കൃപയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. നിന്റെ കൈയുടെ കെട്ടഴിഞ്ഞാൽ നിന്റെ നാവിൻ്റെ കെട്ടഴിയും. നിന്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ ശത്രു കെട്ടിയ കെട്ടഴിയും. ആ കെട്ടഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിൻ്റെ കെട്ടഴിയും. ഓ ആമേൻ, ആമേൻ, ആമേൻ എന്ന് പറഞ്ഞ് ആരാധിച്ചോ. ഇത് പ്രവചനമാണ് നിന്നോട് ദൈവാത്മാ പറയുന്നത്. ആ ദൂത് എന്നോടാന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്ന രാത്രി നിന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വിരോധമായി, നിന്റെ അനുഗ്രഹത്തിന് വിരോധമായി, നിന്റെ ബിസിനസ്സുകൾക്ക് സാമ്പത്തിക നന്മയ്ക്ക് വിരോധമായി, നിന്റെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വിരോധമായി ശത്രു കെട്ടിയ കെട്ടുകൾ ഇന്ന് രാത്രി 20ാമത്തെ രാത്രി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് അഴിഞ്ഞു കാത്തി ചാമ്പലാകട്ടെ. വിഷയത്തിലേക്ക് വരാം. ഹല്ലേലൂയ. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്യുക. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്യുക. യേശുക്രിസ്തു പടകിൽ കയറിയ ഉടനെ
തലയണയിൽ തല വച്ച് അമരത്ത് കിടന്ന് ഉറങ്ങി. ഈ തലയണ ആരെടുത്തോണ്ട് വന്നതാണ്? ശിഷ്യന്മാര്. എന്തിനാ യേശുവിനെ തല കൊണ്ട് കൊടുത്ത്? ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ചില പ്രിയപ്പെട്ടവരുണ്ട്, നല്ലപോലെ കേട്ടിട്ട് കൈ പോക്കാവൂ, ചാടി കയറി കൈ പോക്കരുത്. യേശുവിന് വീട്ടിൽ തലയണ വെച്ച് കൊടുത്തിരിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. നീ അനുഭവിക്കും. എന്തനുഭവിക്കും ചോദിച്ചാൽ, ഹല്ലേലൂയ പറയാതിരിക്കാൻ നീ തലയണ വെച്ച് കൊടുത്തിട്ട് യേശു ഉറങ്ങുമ്പം നിന്റെ ജോലി മൊബൈലിൽ തോണ്ടുന്നതാണ്. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. പാസ്റ്ററെ കറക്റ്റാന്ന് പറയുന്നവർക്കായി സ്തോത്രം. കാരണം നിന്റെ വിചാരം നീ മൊബൈലിൽ തോണ്ടുമ്പോൾ യേശു എന്ത് ചെയ്യുക? ഉറങ്ങുകയെന്നാ. നിനക്ക് തെറ്റി. ഇസ്രായേലിന്റെ പരിപാലനം ഉറങ്ങുന്നില്ല, നീ തോണ്ടുന്നത് അവൻ കാണുന്നുണ്ട്. കൃപയുള്ളവർ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഒരു കാര്യം ഓർത്തു, നീ ഹല്ലേലൂയ പറയാതെ യേശുവിന് തലയണ വെച്ച് കൊടുത്താൽ അല്പം കഴിയുമ്പോൾ നീ അയ്യോ എന്ന് കരയേണ്ടി വരും. തിരമാല വരുന്നുണ്ട്, പ്രതികൂലം വരുന്നുണ്ട്, പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഈ കർത്താവിന് പ്രശ്നമൊന്നുമില്ല. ഇവർ തലയണ വെച്ച് കൊടുത്താലും ശരി, എന്ത് വന്നാലും തിരമാല ആ കടൽ മുഴുവനും കൂടെ ഇളകി എന്നാ പ്രശ്നം ഉണ്ടാക്കിയാലും യേശു അനങ്ങത്തില്ല. അതെന്താ കാര്യം? യേശു അമരത്താ തല വച്ചിരിക്കുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ. യേശു അമരത്താ തല വച്ചിരിക്കുന്നത്. 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ തൻ്റെ അപ്പനായ ജോസഫിൻ്റെ കൂടെ ആശാരിപ്പണി ചെയ്ത ആളാണ് ജോസഫ്. അദ്ദേഹത്തിന് മരപ്പണി നല്ലപോലെ അറിയാം. അതുകൊണ്ട് തടി കൊണ്ടുണ്ടാക്കിയ പടകിൻ്റെ പ്രധാന സ്ഥലം ഏതാന്ന് പറയാം. അതുകൊണ്ട് അവിടെയാണ് കർത്താവ് തല വച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എൻ്റെ പ്രസംഗത്തിൻ്റെ സബ്ജക്റ്റ് അല്ലെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം അതിൻ്റെ 40-41. അമേൻ. ഇരുകടൽ കൂടിയ ഒരു സ്ഥലത്തെത്തിയപ്പോൾ, അമേൻ, സ്തോത്രം, നങ്കൂരമറുത്തു, ചുക്കാന്റെ കെട്ടുമഴിച്ചു, പെരുമ്പായി കാറ്റുമുഖമായി കൊടുത്ത് കരയ്ക്ക് നേരെ ഓടി. ഇരുകടൽ കൂടിയൊരു സെന്റൻസ് എല്ലാവരും ശ്രദ്ധിക്കുക. ഇരുകടൽ, മക്കൾ അത് നല്ല നിർത്തി വായിക്കുക. ഇരുകടൽ കൂടിയ ഒരു സ്ഥലത്തിന്മേൽ ചെന്ന് കയറുകയാൽ അവിടെ കപ്പൽ അടിഞ്ഞ് അണിയമുറച്ചു ഇളക്കമില്ലാതെയായി അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞുപോയി. തിര കേമമായാൽ ആദ്യം ഉടയുന്ന സ്ഥലത്തിന്റെ പേരാണ് അമരം. കൃപയുള്ളവർ സ്തോത്രം പറഞ്ഞാട്ടെ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇതെന്റെ തമ്പുരാൻ അറിയാവുന്നതുകൊണ്ട് ഉടയാൻ സാധ്യതയുള്ളിടത്ത് ഉടയ തമ്പുരാൻ തല വെച്ചിരിക്കുക. നീ ഉടയുമെന്ന് ദൈവത്തിന് അറിയാം. നീ ഉടയാൻ സാധ്യതയുള്ളിടത്ത് ഉടയവനുണ്ട്. ഓ റസേ ഖബാന. എത്ര പേർക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി? അവൻ നിന്റെ കാല് വേദന വന്നാലും നിന്റെ കൈക്ക് വേദന വന്നാലും നിന്റെ മാതാവിന് സുഖമില്ലെങ്കിലും പിതാവിന് സുഖമില്ലെങ്കിലും മക്കൾക്ക് പ്രശ്നം വന്നാലും സാമ്പത്തിക പ്രശ്നം വന്നാലും നീ ഉടയാൻ സാധ്യതയുള്ള ഹൃദയമാ. നിന്റെ ഹൃദയമാ ഉടയുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് തമ്പുരാൻ വസിക്കുന്നത് നിന്റെ ഹൃദയത്തിനകത്താ. ഓ ഏതാ ഉടയാൻ സാധ്യതയുള്ളിടത്ത് ഇന്ന് രാത്രി ഉടയവൻ ഉണ്ടെന്ന് ഉറപ്പുള്ളവർ ഇതിനകത്ത് ആ പ്രസംഗം കേട്ട് അതിനർത്ഥം മനസ്സിലായവർ ദൈവത്തെ ആരാധിക്കുക. ഇന്ന് രാത്രി നീ ഉടയാൻ സാധ്യതയുണ്ട്. ഹൃദയം നുറുങ്ങാൻ സാധ്യതയുണ്ട്. നിന്റെ ഹൃദയം തകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉടയവൻ ഉടയാൻ പോകുന്നിടത്ത് ഉടയവൻ തല വെച്ചിട്ടുണ്ട്. സ്തോത്രം. യേശു ഉണർന്നു. ഞാൻ അവിടം വിടുകയാ. ആമേൻ. ഞാൻ അവിടേക്ക് തിരിച്ച് പിന്നെ വരാം. ഞാൻ എൻ്റെ സബ്ജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോരാം. കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നു. ഇവനാ ഒന്ന് വായിച്ച് ഞാൻ 1 തിമോഥെയോസ് 1:15 അവൻ പാപമോചകനാണ്. ലൂക്കോസ് 19:10 കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. കൃപയുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സെന്റൻസിനെ കുറിച്ച്, ആ വചനത്തെ കുറിച്ച് 2-3 കാര്യങ്ങൾ പറഞ്ഞത് വിടാ.
അവൻ ഇവിടെ കാണാതെ പോയാൽ തിരയാൻ പോലീസുണ്ട്, ഇവിടെ കാണാതെ പോയാൽ തിരയാൻ ക്രൈംബ്രാഞ്ചുണ്ട്, ഇവിടെ കാണാതെ പോയാൽ ക്രൈംബ്രാഞ്ച് പോലീസും തിരഞ്ഞു കിട്ടിയില്ലെങ്കിൽ CBI ഉണ്ട്. അതെല്ലാം ഡിപ്പാർട്ട്മെന്റ് വിഷയങ്ങളാ. എന്നാൽ തിരഞ്ഞ് രക്ഷിപ്പാൻ ഇവിടെ യേശു മാത്രമേ ഉള്ളൂ. നീ കാണാതെ പോയാൽ, നിന്റെ അമ്മ കാണാതെ പോയ, അപ്പൻ കാണാതെ പോയ, നിന്റെ പണമുള്ള ബന്ധുക്കൾ കാണാതെ പോയ, നിന്റെ വേദന കാണാതെ പോയപ്പോൾ, നിന്റെ സങ്കടം കാണാതെ പോയപ്പോൾ, സഹോദരി നീ കരയുന്ന കണ്ണുനീർ കാണാതെ പലരും പോയപ്പോൾ എന്റെ തമ്പുരാൻ ഇറങ്ങി വന്നു. എല്ലാവരും കാണാതെ പോയ നിന്നെ ചങ്കുപൊട്ടി ഇതിനകത്തിരിക്കുന്നവർ എല്ലാവരുടെയും മുമ്പിൽ പുറമേ നീ ചിരിക്കുമ്പോഴും നിന്റെ ഉള്ളം തകർന്ന ചിലരോട് പറയുന്നു, നീ ആരോടും പങ്കുവയ്ക്കാതെ നീ പ്രാർത്ഥിക്കുന്ന വിഷയം, നിന്റെ തലകണ നനഞ്ഞ് നിന്റെ കടക്കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീര് കൊണ്ട് നീ രാത്രിയുടെ യാമങ്ങൾ വലിച്ചു നീട്ടുമ്പോൾ തമ്പുരാൻ ഇന്ന് രാത്രി പറയാ, ആരും കണ്ടില്ല, പക്ഷെ ഞാൻ നിന്നെ കണ്ടു. ആരാണ് യേശു? പാപമോചകനാണ്, ശാപം മാറ്റുന്നവനാണ്. അവൻ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുന്നവനാ. 1 യോഹന്നാൻ 3-ാമത്തെ വാക്യം, പിശാചിന്റെ ബന്ധനങ്ങളെ അഴിപ്പാൻ വന്നവനാണ് യേശു. ഇന്ന് രാത്രി കൃപയുള്ളവർ ആരാധിച്ച് തുടങ്ങിക്കോ. ആമേൻ. ഈ ആരാധിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം, 2 കാര്യങ്ങൾ പറയാം. ഈ വർഷിപ്പ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ ആരാധിക്കുന്നവരോട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഈ അഭിഷേകമുള്ളവരുടെ ഉള്ളിൽ നിന്ന് ആരാധന വരുന്നത് നദി പോലെയാണ്. ചിലർ വായൊന്നും തുറക്കുന്നേ ഇല്ലല്ലോ. നദി പോലെയാ. നദിയുടെ പ്രത്യേകത എന്താ? നദി ഇടയ്ക്ക് നിൽക്കത്തില്ല. ഒരു സ്തോത്രം നിർത്തുന്നത് അടുത്ത സ്തോത്രം വരാനാ. ആമേൻ. ഒരു സ്തോത്രത്തിന്റെ പുറകെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒഴുകി വരിക. ആമേൻ. അതൊരു ഫ്ലോയിങ് ആണ്. ആമേൻ. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. 2, ഈ ആരാധനയുടെ ഇമ്പോർട്ടൻസ് അറിയാൻ, നിങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ വചനം കേൾക്കുമ്പോഴും ആരാധിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കണം. ആമേൻ. പഴയ നിയമത്തിനകത്ത് കാള, പശു, ആട്, വട ഇതൊക്കെയായിരുന്നു ആരാധനയ്ക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പുതിയ നിയമത്തിൽ ഇതില്ല, നമുക്കിതില്ല. പുതിയ നിയമത്തിൽ എഴുതി വെച്ചു, നിന്റെ അധരഫലം എന്ന സ്തോത്രയാഗം കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ. മക്കൾ ഇതൊക്കെ സ്റ്റേജിൽ പറഞ്ഞു വേണം പാടാൻ. കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ. ഒരു മൂരിക്ക് എന്നാ വില വരും? ഒരു കാളയ്ക്ക് എന്നാ വില വരും? ഒരു 30,000 അല്ലേ? അപ്പൊ ഒരു കാളയ്ക്ക് 30,000 രൂപയാണെങ്കിൽ കർത്താവ് പറയാം, നിന്റെ ഒരു സ്തോത്രത്തിന് അത്രയും വിലയുണ്ടെന്ന്. വന്നു കഴിഞ്ഞ് 3 എണ്ണം പറഞ്ഞ ചിരിക്കുന്ന ഇരിപ്പുണ്ട്. ഒരു 30,000 എണ്ണം കൊണ്ട് പറ. അക്കൗണ്ടിൽ പൈസ ഇല്ലാതെ നീ ചെക്ക് എഴുതിയിട്ട എന്നാ പാസ്സാകുന്നേ? അക്കൗണ്ടിലോട്ട് പൈസ കയറ്റ്. 50,000 സ്തോത്രം പറഞ്ഞ ക്യാഷ് അങ്ങോട്ട് കയറ്റ്. എന്നിട്ട് നീ മുട്ടുകിടക്ക്. പ്രാർത്ഥന ചെക്കാ. പ്രാർത്ഥിച്ചാൽ അന്നേരം ചെക്ക് പാസ്സായി വരും. കൃപയുള്ളവർ, കൃപയുള്ളവർ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ചെക്ക് പാസ്സായി വരാൻ നിന്റെ അക്കൗണ്ടിലോട്ട് കയറട്ടെ. ആരാധന നിന്റെ അക്കൗണ്ട് നിറയ്ക്കുന്നതാ. കൃപയുള്ളവർ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്ന രാത്രി നീ ആരാധിക്കുമ്പോൾ നിന്റെ അക്കൗണ്ട് നിറയുക. ഈ ആരാധനയുടെ വില എന്താണെന്നറിയാൻ 3-ാമത്തെ ഒരു കൊച്ചു കാര്യം കൂടെ പറയാം. യേശുവിനോട് പിശാച് പറഞ്ഞു, ഈ കല്ല് അപ്പമാക്കാവോ? യേശു പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല, അതൊക്കെ നിങ്ങൾക്കറിയാം. 2-ാമത് പറഞ്ഞു, ഈ ഗോപുരത്തെ കൊണ്ട് നിർത്തരുത്, പറഞ്ഞ് താഴോട്ട് ചാടാൻ. ഈ പിശാച് വിചാരിച്ച് ഏറ്റവും വലിയ പൊക്കം ഗോപുരമാണ്. വൃത്തികെട്ട വിചാരിച്ചു. തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന, എന്തോരം പൊക്കത്തിൽ നിന്ന് ഇറങ്ങി വന്ന പുള്ളിയെ യേശു. ഇവ ഇച്ചിരി ഇല്ലാത്ത കെട്ടിടത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിച്ച് ചാടാൻ. എൻ്റെ ബഹുമാനപ്പെട്ട പിശാചേ, വിവരക്കേട് പറയരുത്. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാ. അത്രയും പൊക്കം നീ കണ്ടിട്ടില്ലല്ലോ. നീ കണ്ടിട്ടുണ്ടോ അത്രയും പൊക്കം? ഇല്ലല്ലോ. അവൻ പിന്നെയാണ് ഗോപുരത്തിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ചാടാൻ. എന്നൊക്കെ അതിൻ്റെ ബാക്കി കേൾക്ക്. കല്ലപ്പമാക്കിയ പിശാച് യേശുവിനൊന്നും കൊടുക്കത്തില്ല. ഗോപുരത്തെ നിന്ന് ചാടിയാലും ഒന്നും കൊടുക്കാമെന്ന് അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ എന്നെ ആരാധിച്ച, വാ വാ വാ, എൻ്റെ കാലയിലോട്ട് നീ വീണ് ആരാധിക്കാമെങ്കിൽ, ബാക്കി പറ, ഈ കാണുന്ന മുഴുവൻ. അപ്പോൾ ഇന്ന് ആരാധിക്കാൻ വരില്ല, അറിഞ്ഞോ? ഗോപുരത്തെ നിന്ന് ചാടുന്നതിനേക്കാൾ
കല്ലപ്പമാകുന്നതിനേക്കാൾ പിശാചിന് വരെ അറിയാം ഇമ്പോർട്ടൻസ് ആരാധനയ്ക്കാ. കൃപയുള്ളവർ ആരാധിക്കുന്നവരോട് പറയട്ടെ, ആരാധിക്കുന്നവരോട്, ആത്മാവിൽ ആരാധിക്കുന്നവരോട് പറയട്ടെ, നിന്റെ ആരാധന തീയാ, തീ 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 തീ. നിന്റെ ആരാധന അഗ്നിയാണ്. നീ ആരാധിക്കുമ്പോൾ നീ നിന്റെ കുടുംബം, നിന്റെ ജീവിതം, നിന്റെ ഭാവി എല്ലാം അനുഗ്രഹിക്കപ്പെടുക. ആരാധിച്ചു, കൃപയിൽ നിറഞ്ഞു, കൃപയിൽ നിറഞ്ഞു, കൃപയിൽ നിറഞ്ഞു. ഞാൻ ചൈനയിൽ ഒരു സഭയിൽ പോയി. ചൈനയിൽ ഷെനിയാഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു സഭയിൽ പോയി. കംപ്ലീറ്റ് ഒത്തിരി ആൾക്കാരുണ്ട്. ഒരു ഡോക്ടർ, ഷെനിയാഗ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ, കാർഡിയോളജിസ്റ്റാണ് അവിടുത്തെ പാസ്റ്റർ. ഒരു 100-300 വിശ്വാസികളുള്ളൊരു സഭ. ആരാധന കൊണ്ട് തോന്നിയാൽ ആഫ്രിക്കൻസ് ആയിട്ടുള്ള കോളേജ് MBBS സ്റ്റുഡൻസാണ് ആരാധിക്കുന്നത്. ആരാധന കൊണ്ട് തുടങ്ങി. ഞാനും എൻ്റെ വൈഫും കൊണ്ട് ഞങ്ങൾ കണ്ണടച്ചെന്ന് ആരാധിക്കാം. കണ്ണു തുറന്നപ്പോൾ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ള ഇരിക്കുന്നത്. ബാക്കി മുഴുവൻ പേര് നിൽക്കുകയല്ല, കംപ്ലീറ്റ് ഡാൻസാണ്, അസാധ്യ ഡാൻസാണ്. ഹല്ലേലൂയ, ആമേൻ. സത്യത്തിൽ പറയട്ടെ, ഞങ്ങൾ പലയിടത്തും എഴുന്നേറ്റ് നിന്നൊക്കെ തുള്ളിയൊക്കെ ആരാധിച്ചുണ്ടെങ്കിലും ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഫാമിലി ഡാൻസ് അന്നായിരുന്നു തുടങ്ങിയത്. കൃപയുള്ളവർ ആരാധിച്ചു. ആമേൻ. കാരണം അവിടെ നമ്മൾ നിൽക്കാൻ പറ്റാത്തൊരു ഒരു ആത്മീയ തേജസ് അങ്ങ് ഇറങ്ങുക. ഇന്ന് രാത്രി ഇതിനകത്ത് ചില ഫാമിലി ഡാൻസുകൾ ആരംഭിക്കുന്ന രാത്രി ആകട്ടെ. ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ കൈയടിക്കണമെന്ന് മത്തായി 15 എഴുതിയിട്ടൊന്നുമില്ല. എഴുന്നേറ്റ് നിന്നും കൈയടിക്കാൻ പറ്റുന്നവർ അടിച്ചോണം, ആരാധിക്കേണ്ടവർ ആരാധിച്ചോണം. ഇരുന്നങ്ങ് വിഷമിക്കരുത്. സന്തോഷത്തോടെ കർത്താവിനെ എങ്ങനെ വേണേലും ആരാധിക്കാം. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ട്. അവൻ ഹല്ലേലൂയ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവാണ്. യേശു ആരാണ്? അവൻ പിശാചിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്നവനാണ്. മാർക്കോസ് 10:45 ശുശ്രൂഷിപ്പാനും ശുശ്രൂഷ ഏൽപ്പാനുമല്ല അവൻ ശുശ്രൂഷ ഏൽപ്പാനല്ല അവൻ വന്നത്, പകരം തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാൻ. എൻ്റെ കർത്താവ് ആരാണ്? സ്വന്തം രക്തം, സ്വന്തം ജീവൻ നമുക്ക് മറുവിലയായി തന്ന തമ്പുരാനെ ഇന്ന് രാത്രി എത്ര ആരാധിച്ചാലും പോരാ. കാറ്റും കടലും കൂടി അനുസരിക്കുന്നു. ഇവൻ ആര്? സ്തോത്രം പറ, സ്തോത്രം പറ. യേശു ആരാന്നൊന്ന് പറയാൻ തുടങ്ങുക. ആമേ. കൃപയുള്ളവരെല്ലാം ആരാധിച്ചു. എഴുന്നേറ്റ് എന്നൊക്കെ നൃത്തം ചെയ്യണമെങ്കിൽ നൃത്തം ചെയ്തോണം. യേശു ആരാന്നൊന്ന് പറയാൻ പോകുക. അവൻ ആർദ്രതയുള്ളവൻ, അവൻ മനസ്സലിവുള്ളവൻ, അവൻ പാപം മോചിക്കുന്നവൻ, അവൻ ശാപത്തെ നീക്കുന്നവൻ, അവൻ ബന്ധനങ്ങളെ അഴിക്കുന്നവൻ, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ സമാധാനത്തിൻ്റെ പ്രഭു, അവൻ സർവശക്തൻ, അവൻ സർവവ്യാപി, അവൻ സർവജ്ഞാനി, അവൻ സ്വയം പൂവായ ദൈവം, അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചവൻ, ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവൻ, സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണലുകൊണ്ട് അതിന് നിശ്ചയിച്ചവൻ, ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ, ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും, ഭൂരാജാക്കന്മാർക്ക് അധിപതി, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത കാപട്യമറ്റ കനക കോമളൻ, കരുണാശീതളൻ, വയോധികനായ പിഞ്ചു ശിശു, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, നിലവിളക്കട് നടുവിൽ നിലയങ്കി ധരിച്ചവൻ, വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, ഇരുവയത്തിലെ മൂർച്ചയുള്ള വാളിന് പുറപ്പെടുന്നവൻ, ഊഴിയിലെ പൂഴിയെ നാഴിയിൽ എടുത്തവൻ, പർവ്വതങ്ങളെ വെള്ളിക്കോലുകൊണ്ട് അളക്കുന്നവൻ, ആകാശത്തിന്റെ പരിമാണത്തെ ചാണുകൊണ്ട് അളക്കുന്നവൻ, 7 സമുദ്രത്തിലെ വെള്ളത്തെ ഉള്ളങ്കയിൽ കോരുന്നവൻ, പർവ്വതങ്ങളെ തുലാസിൽ തൂക്കുന്നവൻ, അവൻ രാജാതി രാജാവ്, അവൻ കർത്താതി കർത്താവ്, ആൻമാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, വിശുദ്ധിയിൽ അതിഭയങ്കരൻ, അവൻ തത്വത്തിന്റെ മുദ്രയാണ്, അവൻ മഹത്വത്തിന്റെ പ്രത്യാശയാണ്, അവൻ നല്ല ഇടയനാണ്, അവൻ ശ്രേഷ്ഠ ഇടയനാണ്, അവൻ മനസ്സിനൊത്ത ഇടയനാണ്, അവൻ ജീവനെ തന്ന ഇടയനാണ്, അവൻ നരകം കൊള്ളയടിച്ചവനാണ്, കല്ലറയെ പൊളിച്ചവൻ, പിശാചിന്റെ തലയെ തകർത്തവൻ, വീണ്ടും വരുന്ന രാജാതി രാജാവായ എന്റെ പ്രാണനാഥനെ ആമേ തുല്യം ചൊല്ലാൻ ആരുമില്ലാത്ത ലോകൈക ശില്പിയായ സൃഷ്ടിസ്ഥിതി രക്ഷയിക പരിപാലന
പരിപാലകനായ എൻ്റെ പ്രാണനാഥനെ ഇന്ന് രാത്രി ആരാധിക്കേണ്ടവർ ഒരുമിച്ചൊന്ന് ആരാധിക്കുക. കൃപയിൽ നിറഞ്ഞ് ആരാധിക്കുക. സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. കർത്താവിനെ ഒന്ന് ആരാധിക്കുക. യേശുവിനെ ഒന്ന് ആരാധിക്കുക. ഈ ലോകത്തിൽ തുല്യം ചൊല്ല. ഈ ലോകത്തിൽ മറ്റാരുമില്ല. അവൻ സകല ദേവന്മാരെക്കാളും ഉന്നതൻ. അവൻ ശലോമോനേക്കാൾ വലിയവൻ. അവൻ ദേവാലയത്തെക്കാൾ വലിയവൻ. അവൻ വീണ്ടും വരുന്ന രാജാതി രാജാവ്. എൻ്റെ പ്രാണനാഥനെ ഇന്ന് രാത്രി നിനക്ക് എത്ര ശബ്ദമുയർത്തി എങ്ങനൊക്കെ ആരാധിക്കാമോ എൻ്റെ പ്രാണനാഥനെ ആരാധിച്ചോ. എൻ്റെ നാഥൻ വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട് ഈ രാത്രി. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ഓ ആരാധന 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 യേശുവിനാരാധന ആരാധന ആരാധന ആരാധന. ഈ അഭിഷിക്തന്മാരെ റിവൈവൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? റിവൈവൽ ഈ മീറ്റിംഗ് ഇന്ന് രാത്രി അവസാനിക്കാതെ പോകും. നിങ്ങൾക്കറിയാം, നാളെ നിങ്ങൾക്കാർക്കും പ്രോഗ്രാം ഒന്നുമില്ല. നാളത്തെ ഒരു പ്രശ്നമില്ലെങ്കിൽ ഉണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ ഇന്ന് ആരാധിച്ചാൽ ഇങ്ങനെ നമ്മൾ ഇന്ന് ആരാധിച്ചാൽ ഈ ആരാധന എത്ര മണിക്കൂർ പോകും? നിർത്താൻ പറ്റത്തില്ല. ആമേൻ. നാളെ രാവിലെയും ഇങ്ങനെ തന്നെ ഇരിക്കും. ആരാധനയും തിരുവത്താഴമൊക്കെ പാസ്റ്റർ പോയി സ്നാനപ്പെടുത്തിയിട്ട് ആൾക്കാരെ കൊണ്ടുവരും. തിരുവത്താഴമൊക്കെ ഇവിടെ നടക്കും. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. നാളെ ഇത്രയും പൊക്കോണ്ടിരിക്കും. അവസാനം തിരുവനന്തപുരം പട്ടണം വരെ ഇളകി ഈ റബ്ബർ തോട്ടം മുഴുവൻ നിറഞ്ഞ് ഈ നാട്ടിൽ പന്തലിടാൻ കയ്യിൽ കമ്പും കാലുമുള്ളവർ മുഴുവൻ കൊണ്ടുവന്ന് തന്നെത്താൻ പന്തലിട്ട് അതാ റിവൈവൽ. അതാ റിവൈവൽ. ഒച്ച വെക്കുന്നതും കൈയടിക്കുന്നതും മാത്രമല്ല റിവൈവൽ, ദേശത്തെ ചലിപ്പിക്കുന്ന റിവൈവൽ. താങ്ക് യു മക്കളെ, താങ്ക് യു. ആമേൻ. നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. യേശു ആര്? വേദപുസ്തകത്തിനകത്ത് നിന്ന് വ്യത്യസ്തമായ, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത, ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ആ ഭാഗത്തോടെ കടന്നു പോയിട്ടില്ലാത്ത ക്രിസ്തുവിൻ്റെ 4 ദൈവത്തിൻ്റെ 4 പദങ്ങൾ, ദൈവത്തിൻ്റെ 4 പ്രത്യേകതകൾ, യേശു ക്രിസ്തു ആരാന്നുള്ളതിൻ്റെ, ദൈവം ആരാന്നുള്ളതിൻ്റെ 4 പദങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. നമ്പർ 1, 119 സങ്കീർത്തനം 122 വാക്യം. അടിയന്റെ നന്മയ്ക്കു വേണ്ടി, അടിയന്റെ നന്മയ്ക്കു വേണ്ടി ഉത്തരവാദിയായിരിക്കണമേ, ഉത്തരവാദിയായിരിക്കണമേ. അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുതേ. ആമേൻ. ഹല്ലേലൂയ. കൃപയുള്ളവരെല്ലാം കർത്താവിനെ സ്തുതിച്ചാട്ടെ. അമ്മേൻ. ബൈബിളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് തലയൊന്ന് ഉയർത്തി പിടിച്ചാൽ ഞാൻ പറഞ്ഞോളാം, അതല്ല ഫ്രൈസലോ. കാരണം 119 നിങ്ങൾ എടുത്തു വരുമ്പോൾ ചിലപ്പോൾ നേരെ മുളുക്കും. ഫ്രൈസലോ. ഇതിനകത്തൊരൊറ്റ സെന്റൻസേ ഉള്ളൂ. കർത്താവിനോട് ദാവീദ് പറയുക, നീയാണ് എൻ്റെ ഉത്തരവാദി. ഓ അവൻ അതിനോട് അർത്ഥത്തിന് പേർക്ക് തമിഴിൽ തെരിയോ, എനക്ക് പൊറുപ്പാളർ ഇല്ല, എന്നെ അവൻ നടത്തി കൊണ്ടുപോறதுக்கு யாரும் இல்லை, என்னுடைய வாழ்க்கையில் அவன் எனக்குன்னு சொல்றதுக்கு யாருமே இல்லை. இயேசுவே நீர் எனக்கு உத்தரவாதி. അമ്മ വെറുത്തു,
അപ്പൻ വെറുത്തു. 22 സങ്കീർത്തനം 10 വാക്യം വരെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. അവൻ സഹോദരന്മാർ മുഴുവൻ അവനെതിരായി മാറി. വിവാഹം കഴിച്ച മീഖൾ എന്ന് പറയുന്ന ഭാര്യ താൻ ആത്മാവിൽ നൃത്തം ചെയ്യുന്ന കണ്ടിട്ട് അവനോട് എതിർത്തു. രാജ്യം ഭരിക്കുന്ന രാജാവ് അവനോട് എതിർത്തു. ഓ, എന്തിനേറെ അവനോട് ആലോചന പറഞ്ഞ്, ദൈവാത്മാവിൽ ആലോചന പറഞ്ഞ പ്രവാചകൻ അഹിത്തോഫേൽ തന്റെ മകനായ അബ്ശാലോമിന്റെ പക്ഷം കൂടി അവൻ. എല്ലാവരും തനിക്കെതിരായി മാറിയപ്പോൾ ദാവീദ് വിളിച്ചു പറഞ്ഞു, എനിക്കൊരു ഉത്തരവാദി വേണം. നിന്റെ വീട്ടിൽ നിനക്ക് ആഹാരം തരുന്ന അമ്മയും അപ്പനും അല്ല നിന്റെ ഉത്തരവാദി. അവർക്കെല്ലാം ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് അവർക്ക് പറ്റില്ല. ഒരു പക്ഷേ ചിലരെങ്കിലും ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, നിങ്ങളുടെ അപ്പന് ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റത്തില്ല, പ്രായമായി. ഉത്തരവാദി ആയിരുന്നു ഒരു ലിമിറ്റഡ് ടൈം വരെ. എന്നാൽ ഒരിക്കലും ആരോഗ്യം ക്ഷയിക്കാത്ത, ഒരിക്കലും കൈ പിൻവലിക്കാത്ത, ഓ എൻ്റെ കൂടെ നിൽക്ക്, ഒരിക്കലും ഇല്ല എന്ന് പറയാത്ത, ഓ ഒരു ഉത്തരവാദി എനിക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് ഇന്ന് രാത്രി അതൊന്ന് ഏറ്റെടുത്തിട്ട് പോ. എന്റെ ഉത്തരവാദി ദൈവമാണ്. அம்மே, உங்க வீட்டில் உங்களை நேசிக்கிறவங்க அவங்ககிட்ட ஏதாவது கேட்டால் அவங்க தருவாங்களா இல்லையா? கொடுப்பாங்களா? உங்களை நேசிக்கிறவங்கள கேட்குறேன், கொடுப்பாங்களா இல்லையா? கொடுப்பாங்க. ஆனால் ஒரு வார்த்தை இருக்குமா, இருந்தால் கொடுப்பாங்க. கரெக்டா? அப்பாவாக இருந்தாலும் கரெக்டா, நம்மளை அப்பாவாக இருந்தாலும் நீ கேட்டன்னா இருந்தால் கொடுக்குவாங்க, இல்லைன்னா கொடுக்க முடியாதுல்ல. நான் ஒரு அப்பாவை உனக்கு அறிமுகப்படுத்துகிறேன். ഞാൻ നിനക്കൊരു അപ്പനെ പരിചയപ്പെടുത്താം. ഉണ്ടെങ്കിൽ തരുന്നവനല്ല, ഉണ്ടാക്കി തരുന്നവൻ. അതിനൊക്കെ ഇത്രയും കയ്യടിയേ ഉള്ളോ? ഉണ്ടെങ്കിൽ തരുന്ന അപ്പനല്ല, ഉണ്ടാക്കി തരുന്ന അപ്പൻ. ഇല്ല എന്ന് പറയത്തില്ല. നിനക്ക് പഠിക്കണോ, നിനക്ക് ഉയരണോ? ആമേൻ. എന്റെ അപ്പൻ സ്വർഗത്തിലെ അപ്പനോട് ചോദിക്ക. ആമേൻ, ആമേൻ. ഈ ഭൂമിയിലെ അപ്പൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? ഈ ഭൂമിയിലെ അപ്പൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? ആമേൻ. ഹല്ലേലൂയ. വേണമെങ്കിൽ അരി മേടിച്ചു തരും, ആഹാരം തരും, നിനക്ക് അത്യാവശ്യം വേണമെങ്കിൽ സംരക്ഷണം, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ പരിചയപ്പെടുത്ത അപ്പൻ്റെ കയ്യിൽ ജീവനുണ്ട്, എൻ്റെ അപ്പൻ്റെ കയ്യിൽ സൗഖ്യമുണ്ട്. ഓ, കൃപയുള്ളവർ കർത്താവിനൊന്ന് സ്തുതിക്കുക. ഇന്ന് രാത്രി നീ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ, ഓ ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ നിനക്ക് വേണ്ടി സകലവും ചെയ്യാൻ കഴിയുന്ന, ഓ ആ അപ്പൻ ഇന്ന് രാത്രി നിന്നോടൊരു ചോദ്യം ചോദിക്കുക, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഉൽപ്പത്തി 18:14 ആ അപ്പൻ ഇന്ന് രാത്രി ചോദിക്കുക, എനിക്ക് കഴിയാത്ത. நீ கேளுமா, நீ கேளுமா அப்பாட்ட. நீ வருஷம் பூரா வீட்டில் இருக்கிற அப்பாட்ட அவர் பாக்கெட்ல ஒன்றும் கிடையாது இல்லைன்னு சொன்னல, உடனே அம்மா அப்பாட்ட சொல்லுமா. ധാരെ അമ്മ റെക്കമെൻഡ് ചെയ്താൽ തരാനായിട്ട് പുള്ളിയുടെ പോക്കറ്റിനകത്ത് പൈസ വിളയുന്നുണ്ടോ? ഞാൻ சொல்லுவே, உனக்கு ஒரு அப்பா மேல இருக்குல்ல, சொல்லுமா பாட்ட, சொல்லுமா. ദൈവത്തെ അപ്പാന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. പാടാനൊന്നും സമയമില്ലാത്തതുകൊണ്ടാ. അമ്മാന്ന് കൂപ്പിടത്താൻ ആസ, ഉമ്മ അപ്പാന്ന് കൂപ്പിടവ, അപ്പാന്ന് കൂപ്പിടത്താൻ ആസ, ഉമ്മ അമ്മാന്ന് കൂപ്പിടവ. അമ്മ, ഇത് രണ്ടും എൻ്റെ കർത്താവാ, ഇത് രണ്ടും എൻ്റെ തമ്പുരാനാ. കൃപയുള്ളവർ ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എൻ്റെ ഉത്തരവാദിയാണ് എൻ്റെ തമ്പുരാൻ എന്ന് പറഞ്ഞ്, എൻ്റെ ആവശ്യങ്ങൾ ഇറങ്ങി വരുന്ന ദൈവമാണെന്ന് പറഞ്ഞ്. ആമേൻ. ദാവീദ് ഒരിക്കൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാനോട് പറഞ്ഞു, ഞാൻ ആടിനെ മേയിച്ചോണ്ടിരിക്കുമ്പം, ദൈവം ചോദിച്ചു, മേയിച്ചോണ്ടിരിക്കുമ്പം കരടി വന്നു, എന്നിട്ട് പിന്നെ സിംഹം വന്നു,
പിന്നെ ദൈവം ഇങ്ങനെ ദാവീദിനെ ചങ്കോട് ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, എന്നിട്ട് ഞാനതിനെ കൊന്നു. പിന്നെ കർത്താവ് പറഞ്ഞു, നീ അല്ല കൊന്നേ, ഞാനാ കൊന്നേ. നീ അല്ല കൊന്നേ, ഞാനാ കൊന്നേ. നിന്റെ മുമ്പിൽ സിംഹത്തെ ഞാൻ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ? കരടിയെ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ? നിന്നെ പേടിപ്പിക്കാനല്ല. നീ ഇതിനെ കൊന്ന് നീ ശീലിച്ചാലേ നീ ഗോലിയാത്തിനെ കൊല്ലത്തുള്ളൂ. വാ, നിനക്ക് ഞാനൊരു ട്രെയിനിങ് തന്നതാ. ചിലതൊക്കെ നീ കടന്നു പോകുമ്പോൾ അത് തമ്പുരാൻ മനഃപൂർവ്വം നിന്നെ കൊണ്ടുപോകുന്നതാ, ഒന്ന് ശീലിക്കാനാ, ചിലതിനെയൊക്കെ തകർക്കാനും. അത് കാട്ടി വെച്ചല്ലേ, അതാരും കണ്ടില്ലല്ലോ. രഹസ്യമായിട്ടല്ലേ സിംഹത്തെ കൊന്നേ, രഹസ്യമായിട്ടല്ലേ കരടിയെ കൊന്നേ. അടുത്ത ദൂത് പറയാൻ കുറിച്ചിട്ട്, നീ രഹസ്യമായി പിശാചിനെ കൊന്നാൽ പരസ്യമായി ഗോലിയാത്തിനെ കൊല്ലും. നീ രഹസ്യമായി പ്രാർത്ഥിച്ച് നിന്റെ ജഡത്തിന്റെ ചിന്തകളെ നീ കൊന്നാൽ, നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആത്മാവിൽ ചില ശുശ്രൂഷ ചെയ്യാൻ തമ്പുരാൻ നിന്റെ കരങ്ങളിൽ ഉപയോഗിക്കുമെന്ന് ഈ രാത്രി ദൈവാത്മാവ് ദൂത് പറയാം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ മുമ്പോട്ട് പോകാം, സമയമില്ല. രണ്ടാമത്തെ പേര്, സ്തോത്രം, ആമേൻ. കർത്താവിനെ കുറിച്ച് രണ്ടാമത്തെ ഒരു പദം ഉപയോഗിക്കാൻ പോവാ. ഒന്നാമത്തെ ഓർത്തു, എൻ്റെ ദൈവം എൻ്റെ ഉത്തരവാദി. എല്ലാവരും ഒന്ന് പറഞ്ഞ കരമുയർത്തി, എൻ്റെ ദൈവം എൻ്റെ ഉത്തരവാദിയാണ്. ആമേൻ. രണ്ടാമത്തിലേക്ക് കിടക്കുന്നു. വായിക്കാം, ഇയ്യോബിന്റെ പുസ്തകം 16-ാം അധ്യായം 19-ാം വാക്യം. ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിലും, ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിലും, എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ആരാ മക്കളെ? എന്റെ ജാമ്യക്കാരൻ, ജാമ്യക്കാരൻ, മൈ ബെയിൽ. ആമേൻ, സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരോട് ഞാൻ രഹസ്യം പറയാം, നമ്മുടെ കേസ് തീർന്നിട്ടില്ല, ജാമ്യത്തിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അതോ ചിലരൊക്കെ കേസ് തീർന്നെന്നോർത്താണ് നടക്കുന്നത്. ഇവിടെ കോടതിയും കേസും വകുപ്പും അറിയാവുന്ന ജോസാൻറ്റിപ്പുണ്ട്. ആമേൻ. ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നവർ സൂക്ഷിച്ചോണം. ഇനി നീ ഒരു കേസിൽ അകപ്പെട്ടാൽ നിന്റെ കച്ചവടം തീരും. ജാമ്യം എടുത്തിരിക്കുന്ന തമ്പുരാനാ. കോടതിയിൽ നിന്നെ ജാമ്യം എടുത്തിരിക്കുന്നത് തമ്പുരാനാ. സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് നീ എന്തു തെറ്റ് ചെയ്താലും ആരെ ബാധിക്കും? അത് ജാമ്യം എടുത്ത ആളിനെ ബാധിക്കും. കോർട്ട് ലാംഗ്വേജ് ഒക്കെ ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല, അത്രയും സമയമില്ല. സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം വായിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ കൈയൊന്നും വെക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായം സമയം കിട്ടുമ്പോൾ വായിക്കണം. ആമേൻ. ഇയ്യോബിനെ കുറിച്ച് വേദപുസ്തകത്തിൽ മുഴുവൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിക്കുന്നല്ല, അതൊരു കവിതയാ, ഒരു കവിത. സ്തോത്രം പറഞ്ഞാട്ടെ. ഇയ്യോബിന് 5 ഗുണങ്ങളാണ്. ഊസ് ദേശത്തെ മഹാൻ, ദ റെസ്പെക്റ്റബിൾ ആൻഡ് ഹോണറബിൾ പേഴ്സൺ ഇൻ ദ സൊസൈറ്റി. അവൻ പാർക്കുന്ന ദേശത്തെ മഹാനായിരുന്നു, ബഹുമാനിതനായിരുന്നു. അവൻ ഭക്തനായിരുന്നു. വെറും ഭക്തനല്ല, ഭാര്യയ്ക്ക് ഭക്തൻ, പിശാചിന് ഭക്തൻ, കൂട്ടുകാർക്ക് ഭക്തൻ, വീട്ടുകാർക്ക് ഭക്തൻ, ദൈവത്തിന് ഭക്തൻ, പഞ്ചഭക്തൻ. 5 ഭക്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലർ വീട്ടിൽ ഭക്തനായിരിക്കും, നാട്ടിൽ ഭക്തനായിരിക്കില്ല. ചിലർക്ക് നാട്ടിലെല്ലാം ഭക്തനായിരിക്കും, വീട്ടിൽ ഭക്തനായിരിക്കില്ല. ചിലർ ഓഫീസിലെല്ലാവരും ചിരിപ്പിക്കും, നാട്ടുകാരെ ചിരിപ്പിക്കും, വീട്ടിൽ വന്ന് ഭാര്യയെ കരയിപ്പിക്കും. കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഓരോ സൈസാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇയ്യോബ് നോക്കിയേ, ഇയ്യോബ് എല്ലായിടത്തും ഭക്തനായിരുന്നു, നേരുള്ളവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദോഷമിട്ടകലുന്നവനായിരുന്നു. ഇയ്യോബിന് 5 ഗുണങ്ങൾ മറക്കരുത്. 5 ഗുണങ്ങൾ. ഊസ് ദേശത്തെ മഹാൻ, ദൈവഭക്തൻ, നേരുള്ള, നിഷ്കളങ്കൻ, ദോഷം വിട്ടകലുന്നവൻ. ഈ 5 ഗുണങ്ങൾ ഇയ്യോബ് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തതാണ്. അപ്പൊ തമ്പുരാൻ ഒരെണ്ണം ഫ്രീ ആയിട്ട് കൊടുത്തു, സമ്പന്നനായിരുന്നു. ഓർത്തോ, നിനക്ക് നേരുള്ളവനാണെങ്കിൽ സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നാൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. നീ നേരുള്ളവനാണെങ്കിൽ, നിഷ്കളങ്കനാണെങ്കിൽ, ദോഷം വിട്ട് അകലുന്നവനാണ്, ഭക്തനാണെങ്കിൽ, സമ്പന്നത നീ തേടിപ്പോകണ്ട, അത് നിന്നെ തേടി വരുമോ? കൃപയുള്ളവർ ആമേൻ ആമേൻ എന്ന് പറ, ആമേൻ പറ, 5 ആമേൻ പറ. ആമേൻ ആമേൻ. സമ്പത്ത് നിന്നെ തേടി വരും. നീ നിഷ്കളങ്കനായിരിക്കുക, നീ നേരുള്ളവനായിരിക്കുക, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഇന്നത്തെ പ്രശ്നം, ആദ്യത്തെ 5 ഉള്ളവൻ 6-ാമത്തെ ഇല്ല, 6-ാമത്തെ ഉള്ളവൻ ആദ്യത്തെ 5 ഇല്ല, 6 കൂടെ ഉള്ളവനെ കാണാനുമില്ല.
പോട്ടെ, ഞാൻ അതെല്ലാം വിടുകയാണ്. സ്തോത്രം. അടുത്തതിലേക്ക് ഞാൻ പോകാം. ഇയ്യോബിന്റെ സ്വത്ത് പറയാൻ പോവാണ്. കാണാപ്പാടം പഠിച്ചു വെച്ചോണം. ഇയ്യോബിന് 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത, 3 പെൺപിള്ളാർ, 7 ആൺപിള്ളാർ, ഒരു വേട്ട് പെണ്ണും പിള്ള, ആവശ്യം പോലെ വേലക്കാർ, 2-3 സുഹൃത്തുക്കൾ. എൻ്റെ പൊന്നു, സ്തോത്രം. കൃപയുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു ചുഴലിക്കാറ്റിലെല്ലാം പോയി. എനിക്കത് ഒത്തിരി സമയം പറയാനില്ല. ഒരു ചുഴലിക്കാറ്റിലെല്ലാം പോയി. എന്നാൽ 38-ാം അധ്യായത്തിൽ വേറൊരു ചുഴലിക്കാറ്റിലെല്ലാം തിരികെ വരുന്നു. ദൈവം വിശ്വാസത്തിന്റെ പരിശോധനയ്ക്ക് വേണ്ടി നിന്റെ നേരെ അയക്കുന്ന ചില പ്രതികൂലത്തിന്റെ ചുഴലിക്കാറ്റുകളിൽ ചിലതൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടു പോയി എന്നോർത്ത് ഭാരപ്പെടണ്ട. അടുത്തെല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ചുഴലിക്കാറ്റ് തമ്പുരാന്റെ കയ്യിലുണ്ട്. അവന്റെ കയ്യിൽ ഒരു കാറ്റല്ല, ഒരുപാട് കാറ്റുകളുണ്ട് അവന്റെ കയ്യിൽ. അവൻ സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. നിനക്ക് നഷ്ടപ്പെട്ടത് ഒരു കാറ്റിലാണെങ്കിൽ ആമേൻ പറ. ആമേൻ. നിനക്കതെല്ലാം തിരികെ തരാനുള്ള കാറ്റ് തമ്പുരാന്റെ കയ്യിലുണ്ട്. കർത്താവിനെ നല്ലപോലെ സ്തുതിച്ചോ. ആമേൻ. ദേഹം മുഴുവൻ ചൊറി, ആമേൻ. ദേഹം മുഴുവൻ, അതിനകത്ത് മുഴുവൻ പുഴു. ഇയ്യോബ് ചാരം വാരിയിട്ടു. നമ്മളൊക്കെ പ്രതികൂലം എന്നൊക്കെ പറയും. എന്താ പ്രതികൂലം? നമ്മൾ ഞായറാഴ്ച കേട്ടുണ്ടോ? പാസ്റ്റർ நான் அப்படியே பைபிள் கையில பிடிச்சிட்டு ரோட்ல நடந்து வரும்போது பீக் பீக்னு ஒரு சத்தம் கேட்டுச்சு. திரும்பி பார்த்து ஓட்டோ ரிக்ஷா என்ன இடிக்க வேண்டியது இடிக்காம போச்சு. നമ്മുടെ പ്രതികൂലമാ. ഉടനെ സഭയെല്ലാം ഹല്ലേലൂയ. നമ്മുടെ പ്രതികൂലം, പ്രതികൂലം വേണ കണ്ടോ. ഇയ്യോബ് നിലത്തിരുന്ന് ചൂട് ചാരം വാരി തൻ്റെ വ്രണത്തിനകത്തിടുക. ചൊറിയാൻ പറ്റില്ല. രക്തം അതിനകത്ത് പുഴു എഴുന്നേറ്റ് നിൽക്കുക. ഇങ്ങനെ കിടന്ന് വല്ലാതെ ഇവൻ വിഷമിക്കുമ്പം പിശാച് അപ്പുറത്ത് നിപ്പുണ്ട്. ഇതെല്ലാം ചെയ്ത് കർത്താവും അടുത്ത് നിപ്പുണ്ട്. ആമേൻ. ഇയ്യോബിന്റെ വായിൽ നിന്ന് അവിശ്വാസത്തിന്റെ ഒരു വാക്ക് കേൾക്കാനാണ് പിശാച് പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. എവിടെ ഇയ്യോബ് എന്ന് പറഞ്ഞിട്ട് പിശാച് കേൾക്കാൻ. അങ്ങനെ ഇരുന്നപ്പോൾ ഇയ്യോബ് 19-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഇങ്ങനെ എൻ്റെ ത്വക്ക് നശിച്ചാലും, വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ എൻ്റെ ത്വക്ക് നശിച്ചാലും ഞാൻ ദേഹസഹിതനായി അവനെ. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയാമോ? ഞാനത് പറയാൻ പോവാ. കൃപയുള്ളവർ ആരാധിച്ചു. എടാ പൊട്ട പിശാചേ, നിന്റെ മുഴുവൻ നിന്റെ ചൊറിയും എൻ്റെ തൊലിയുടെ പുറത്തൂടെ പോകുന്ന പറഞ്ഞേ. ഇങ്ങനെ ത്വക്ക്, ത്വക്കെന്ന് പറഞ്ഞാൽ അറിയാമോ എന്ന് പറഞ്ഞാൽ നീ എന്നോട് കാണിച്ച പ്രതികൂലം മുഴുവൻ എൻ്റെ തൊലിപ്പുറത്തൂടെ പോകുന്നതല്ലാതെ എൻ്റെ ദർശനത്തിനകത്ത് കയറില്ല, എൻ്റെ വിശുദ്ധിക്കകത്ത് കയറില്ല, എൻ്റെ വിശ്വാസത്തിനകത്തത് കയറില്ല. ഇന്ന് രാത്രി പറ. കിഷോറേ, മോളെ, ഇത് നിങ്ങളെ ഉറപ്പിക്കുന്നൊരു ദൂതായി പറയുന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളെ എന്നെ കാണിക്കുന്നുണ്ട്. എന്തു വന്നാലും അതിനപ്പുറത്തൊരു അനുഗ്രഹം വരുന്നുണ്ട്. ഇപ്പോൾ കടന്നു പോകുന്ന വേദനയുടെ അപ്പുറത്തൊരു അനുഗ്രഹം വരുന്നുണ്ട്. ആ പ്രതികൂലത്തിന് അപ്പുറത്തൊരു അനുഗ്രഹം വരുന്നുണ്ട്. ഒരു നന്മ വരുന്നുണ്ട്. ഇത് ദൈവം നിന്നെ കടത്തിവിടുന്നതാ. ഒരു മനുഷ്യർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ തമ്പുരാൻ അടിവരയിട്ട് പറയാ. ഇയ്യോബ് പറയാ, എന്റെ ജാമ്യക്കാരൻ ഈ എന്നോട് സംസാരിക്കുന്ന കൂട്ടുകാരല്ല, ഈ പ്രതികൂലം കൊണ്ടുവന്ന പിശാചല്ല, സ്വർഗത്തിലെ ദൈവമാ. അവൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഏത് പ്രതികൂലം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും ഒരു കൃപയുള്ള ദൈവ പൈതലിനോട് ദൈവാത്മാവ് ഒരു ദൂത് പറയാ. അഭിഷേകമുള്ള ദൈവത്തിനോട് ദൂത് പറയാ. എൻ്റെ ദൈവം അറിയാതെ നിനക്കൊന്നും വരില്ല. എൻ്റെ തമ്പുരാൻ അറിയാതെ നിനക്കൊന്നും വരില്ല. നിന്റെ ജീവിതത്തെ തകർക്കാൻ ഒരു അന്ധകാര ശക്തിക്ക് നീ അവകാശം കൊടുക്കില്ല. ആമേൻ. ഇനി ഞാൻ പറയുന്നത് അണ്ടർലൈൻ ചെയ്ത് കുറിച്ചിട്ടോ. ഇയ്യോബ് എന്നും രോഗിയല്ല. ഇയ്യോബ് എന്നും രോഗി അല്ല.
പൗലോസ് എന്നും ജയിലിലല്ല. പിശാചേ, നിനക്കൊരാളെ ജയിലിൽ പിടിച്ചിടാം, ഉപദ്രവിക്കാം, കയ്യും കാലും ആമത്തിലിടാം, ചങ്ങലക്കിടാം. പക്ഷെ എഴുതിയിട്ടോ, എന്നും പൗലോസ് ജയിലിലല്ല. ഇയ്യോബ് എന്നും രോഗിയല്ല. അടുത്തത് കുറിച്ചിട്ടോ, ദാവീദ് എന്നും കാട്ടിലല്ല. ഓ, എത്ര പേർക്ക് ദൂതിന്റെ ആഴം പിടികിട്ടുന്നവർ ഇന്ന് രാത്രി ഇതിനകത്ത് എത്ര പേരുണ്ട്? എന്നിട്ട് അടുത്ത സെന്റൻസ് പറയാം, നീ എന്നും പ്രതികൂലത്തിലല്ല, നീ എന്നും പ്രശ്നത്തിലല്ല, നിനക്കെന്നും സാമ്പത്തിക ദാരിദ്ര്യമല്ല, എന്നും നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടല്ല, എന്നും നിനക്ക് വേദനകളല്ല, എന്നും നീ രോഗിയല്ല. എന്നും അത് തുടരാൻ എന്റെ ദൈവം അനുവദിക്കില്ല. Yes. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി അസാധാരണമായൊരു സ്പർശനം ചിലരുടെ മേൽ ദൈവമായിരിക്കും. അസാധാരണമായൊരു വിടുതൽ ചിലരുടെ മേൽ ദൈവമായിരിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച അഭിഷേകമല്ല, വ്യത്യസ്തമായൊരു തലത്തിലേക്ക് ദൈവം തമ്പുരാൻ നിങ്ങളെ ഇന്ന് രാത്രി ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി ഈ സമയത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. തമ്പുരാൻ വിളിച്ചു പറയാ, നിന്റെ പ്രതികൂലത്തിൽ ദൈവം നിന്നോട് കൂടെയുണ്ട്. ജോസഫ്, ഈ കിണറ്റിനകത്ത് ദൈവം നിന്നോട് കൂടെയുണ്ട്. ഈ പോത്തിഫറിന്റെ വീട്ടിൽ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഓ റസേ മനാദിയ, ഈ ജയിലിനകത്ത് ദൈവം നിന്നോട് കൂടെയുണ്ട്. ആമേൻ. സ്തോത്രം പറ. ഒരു സ്വപ്നം ജോസഫിനെ കാരാഗ്രഹത്തിലാക്കി. ഒരു സ്വപ്നം ജോസഫിനെ കാരാഗ്രഹത്തിലാക്കി. എന്നാൽ വേറൊരു സ്വപ്നം അവനെ മന്ത്രിയാക്കി. കൃപയുള്ളൊരു ദൈവത്തെ തമ്പുരാൻ്റെ ആവശ്യം പോലെ സ്വപ്നം ഉണ്ടല്ലോ. ആമേൻ. ബെൽസസറിനെ കാണിക്കണേ ബെൽസസറിന്, നെബൂഖദ്നേസറെ കാണിക്കണേ നെബൂഖദ്നേസറിന്. ദൈവം തമ്പുരാൻ്റെ ആവശ്യം പോലെ സ്വപ്നമുണ്ട്. ആമേൻ. സ്തോത്രം പറ, സ്തോത്രം പറ. ഒരു ദർശനത്തിൻ്റെ പേരിലാണ് നീ വേദനിച്ചതെങ്കിൽ അടുത്തൊരു ദർശനം വരുന്നുണ്ട്. അത് നിന്റെ ഉയർച്ചയുടെ ദർശനമാ, അത് നിന്റെ നന്മയുടെ ദർശനമാ. ഒരു സ്വപ്നം അവൻ ജോസഫിനെ കാരാഗ്രഹത്തിലാക്കിയെങ്കിൽ അടുത്തൊരു സ്വപ്നം ഫറവോന് ദൈവം കൊടുക്കുകയാ. ആ സ്വപ്നം ജോസഫിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ഇതിനകത്തിരിക്കുന്നില്ല യൗവനക്കാരോട്, ചില യൗവനക്കാരോട് ദൈവാത്മാ പറയുന്നു, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ഈ ദിവസങ്ങളിൽ ചില ദർശനത്തിലൂടെ നിന്നെ കൊണ്ടുപോകട്ടെ. നിന്റെ ഭാവിയും ബ്രൈറ്റ് ഫ്യൂച്ചർ, ആമേൻ, உன்னுடைய எதிர்காலத்தை குறித்து உனக்கு சொப்பனத்தை கொடுக்கிற தேவனுடைய ஆவி உன்மேல் அசைவாடுகிறது. இன்னைக்கு ராத்திரி அந்த அற்புத ஆவி, அந்த அக்கினி ஆவி, அந்த அபிஷேகத்தின் ஆவி, அந்த கிருபையின் ஆவி உன்னை தொடும் பொழுது உன்னுடைய எதிர்காலம் அது ஆசீர்வதிக்கப்படணும்னு சொல்லி இன்னைக்கு ராத்திரி இதுவரைக்கும் நீ அனுபவிக்காத ஒரு அபிஷேகம், இதுவரைக்கும் அனுபவிக்காத ஒரு அக்கினி அபிஷேகம் அவன் அமன். என் கர்த்தர் யாரு? என் கர்த்தர் யாரு? அவர் கல்லறையை கருவறை ஆக்குறவர். அல்லேலூயா. ശവം വെക്കാനാണ് സാധാരണ കല്ലറ ഉപയോഗിക്കുന്നത്. പക്ഷെ എൻ്റെ കർത്താവ് കല്ലറ ഉപയോഗിച്ചത് മരിക്കാനല്ല, അവൻ ഉയർക്കാനാ. ഇന്ന് രാത്രി അവൻ കല്ലറ മരിച്ചവർക്ക് വേണ്ടിയാണ് ലോകം എഴുതി വെച്ചതെങ്കിൽ എൻ്റെ തമ്പുരാൻ വേറൊരു പാഠം നമ്മെ പഠിപ്പിക്കുക. കല്ലറയെ കരുവറയാക മാറ്റുകിற യേശു. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുക. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. പാസ്റ്റർ சொல்லுங்க பாஸ்டர், இது எத்தனாவது மாசம்? மக்களை பாருங்க, எத்தனை மாசம்? 10. கரெக்ட் தானே? ஆமென். செல்லவங்களுக்கு குழந்தை ஆசீர்வாதம் வெளியே வந்தாச்சு. இது மாசம் இது 10. சொல்லுமா. சிலவங்களுக்கு ஆசீர்வாதம் வெளியே வந்தாச்சு, சிலவங்களுக்கு இது முடியறதுக்கு முன்னால வரும். ஏன்னா 10 தாண்டாது.
வா, யாரெல்லாம் அது ஏறெடுத்து எத்தனை பேர் ஆராதிப்பீங்க? 10 தாண்டாது, 10க்குள்ளே அது நடக்கும். 9 முடிஞ்சு 9 நாள் கழியும் போது 9 வினாடி 9 மணி கழிஞ்சு குழந்தை வெளியே வரணும். நேற்றைக்கு வரைக்கும் உன்னை பார்த்து அவன் ஆச்சரியப்பட்டவங்க, அழுதவங்க எல்லாம் கையில் ஆசீர்வாதம் குழந்தைய பார்த்து சந்தோஷிக்க போறாங்க. இது 10வது மாசம், உன்னுடைய ஆசீர்வாதத்தின் மாசம். உலகம் முழுவதும் உன் கையில குழந்தைய பார்க்கிற மாசம். இதனுடைய அர்த்தம் என்ன? குழந்தைன்னு சொன்ன ஒரு பிள்ளை அல்ல, கர்த்தர் உனக்கு கொடுக்கிற ஆசீர்வாதத்தை உலக காண போகிற மாசம். ஆராதிமா. நான் சத்தம் போடும்போது மட்டும் ஆராதிக்கிறது அல்ல ஆராதனை. அவன் அக்கினிக்கு மேல இருக்கிற பானைக்குள்ள இருக்கிற தண்ணி கொதிக்கிறது போல, அக்கினி கீழே இருக்கும்போது தண்ணி அப்படி மேல அப்படியே கொதிச்சுட்டே இருக்கும். நான் பேசும்போது மட்டுமல்ல, உனக்குள்ள ஒரு அக்கினி ஆவி அப்படி எழுப்புதல். ஓ கமா சூட பம்ப மாம்ச வேல கம் தூரபா அட சாத கம் பேன பஷாலா. ஓ ஷகமசி. ஆமென், ஆமென், ஆமென். என் கூட இருக்கிறீங்களா? என் கூட இருக்கிறீங்களா? 42வது அதிகாரம் யோபுடைய புத்தகம். எடுக்க வேண்டாம், ஒருத்தர் எடுக்க வேண்டாம், அடிச்சு வச்சுக்கோ. எல்லாம் நான் படிச்சு தான் வந்திருக்கிறேன். அம்மா அடிச்சு வச்சுக்கோம்மா, நான் சொல்லித்தரேன்ல. 42வது அதிகாரம் யோபுக்கு இப்போ 14,000 ஆடு. எத்தனை ஆடு? 14,000. சரக்கு பிடிச்சி அதுல புழு எல்லாம் இருக்கும்போது எத்தனை ஆடு? 7,000 இல்லை, 1 இல்லை. 7,000 இருந்தது முன்னாடி, சத்தாச்சு இல்ல, 1 இல்லை. முன்னாடி எத்தனை இருந்தது? 7,000. நோயில் எத்தனை இருந்தது? 1 இல்லை. ஆமா. அப்ப இந்த எதிர்ப்பு மத்தியில, இந்த பிரச்சனை மத்தியில, அந்த கர்த்தனுக்கு அந்த பக்கம் கர்த்தர் என்ன செஞ்சிட்டு இருந்தாரு? உன்னுடைய ஆசீர்வாதத்தை டபுள் ஆக்கிட்டு இருந்தாரு. புரியல, ஒருத்தருக்கு புரியல. எத்தனை பேருக்கு മനസ്സിലായെന്ന് എനിക്കറിയില്ല. അവൻ ഇപ്പുറത്ത് ചൊറി പിടിച്ച് കിടക്കുകയാണ്. അയ്യോ, കർത്തന്റെ അപ്പുറത്ത് ദൈവം നിന്റെ ആടിനെ ഡബിൾ ആക്കിക്കൊണ്ടിരിക്കുക. നീ ഭേദമായി ഡിസ്ചാർജ് ആയി പുറത്തു വരുമ്പോ നീ വേണ എണ്ണി നോക്കോ, നിന്റെ ആട് 14,000. നിന്റെ ആട് 14,000. അപ്പോൾ പ്രതികൂലത്തിലൂടെ പോകുന്ന നിന്റെ ഐശ്വര്യം താഴോട്ടല്ല. ആമേൻ, ஆமென், ஆமென். சோத்திரம் வர. அதுல ஒரு காரியம் எழுதிருக்கு 42வது அதிகாரத்துல. எம்மீமா, கெசியா, இதெல்லாம் யாரு சொல்லுமா? பிள்ளைகள், யோபனுடைய பிள்ளைகள் எப்படி இருந்தாங்கன்னு எழுதியிருக்காங்க. மிகவும் அழகாக. அவ கர்த்தர் ആദ്യം ഉണ്ടായിരുന്ന പിള്ളേരെല്ലാം മരിച്ചു. രണ്ടാമത് കൊടുത്ത പിള്ളേരെയൊക്കെ കർത്താവ് അവൻ ഈ ചിലതിനെയൊക്കെ തമ്പുരാൻ ഇല്ലാതാക്കുന്നത് അതിനേക്കാൾ അഴകുള്ളതിനെ തരാനാണ്. ചിലതിനെയൊക്കെ തമ്പുരാൻ ഇല്ലാതാക്കുന്നത് അതിനേക്കാൾ അഴകുള്ളതിനെ തരാനാ. അതിനേക്കാൾ അഴകുള്ളതിനെ തരാനാ. നഷ്ടപ്പെട്ടതിന്റെ ബിസിനസ്, ആമേൻ പറഞ്ഞോ, അതിലും അഴകുള്ളത് തരാൻ പോവാ. ആമേൻ. നഷ്ടപ്പെട്ടതിന്റെ ജോലി, അതിനേക്കാൾ അഴകുള്ള തരാൻ പോവാ. നീ ആമേൻ, നിന്റെ മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ അടുത്ത എക്സാമിനേഷൻ അതിനേക്കാൾ അഴകായ മാർക്ക് തരാൻ പോകുക. നിന്റെ വീട് അതിനേക്കാൾ അഴകാകാൻ പോകുക. നഷ്ടപ്പെട്ടതല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായത്, അഴകായത്, ഡബിളായത്. ആമേൻ, ആമേൻ. കർത്താവിന് ഡബിളാക്കാനും അറിയാം, അഴകാക്കാനും അറിയാം. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇപ്പൊ ആട് യോബിന് 14,000. ഇതിനകത്തൊരു സീക്രട്ട് ഉണ്ട്, അതോടെ പറഞ്ഞിട്ട് ഞാൻ അടുത്തതിലേക്ക് കടക്കാം. എത്ര ആട്? പക്ഷെ ഒരാടും പ്രസവിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരാട് പ്രസവിച്ചാലേ 2 ഇപ്പൊ യോബിന് ആടേ ഇല്ലായിരുന്നു, ആട് പ്രസവിച്ചിട്ടുമില്ല. പക്ഷെ 14,000 ആട് നിൽക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം, അധികം ആർക്കോട് പറയണ്ട, സീക്രട്ട്. നമ്മുടെ ചർച്ചിൽ ഒരാട് പ്രസവിച്ച് 2 അതിന് ബയോളജി എന്ന് പറയും. എന്ത്? ഒരാടും പ്രസവിക്കാതെ നിനക്ക് ഇത്ര അനുഗ്രഹം കിട്ടിയാൽ അതിന് തിയോളജി എന്ന് പറയും.
തമ്പുരാന്റെ കയ്യിൽ ബയോളജിക്കൽ ബ്ലെസ്സിങ്സും ഉണ്ട്, തിയോളജിക്കൽ ബ്ലെസ്സിങ്സും ഉണ്ട്. നീ അധ്വാനിക്കാതെ, നിന്റെ ആട് പ്രസവിക്കാതെ, നീ കൃഷി ചെയ്യാതെ, നീ കിണർ കുത്താതെ, നീ നല്ലപോലെ പഠിക്കാൻ നിനക്ക് സമയം കിട്ടിയില്ലെങ്കിലും നിനക്ക് മാർക്ക് തരാൻ അറിയാം. ഇപ്പൊ ചിലർ ഇവിടുന്ന് പറയുന്നു, പാസ്റ്റർ കറക്റ്റ്, അങ്ങനെ ഞാൻ ജയിച്ച. മടിച്ച് അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നിനക്ക് വീട്ടിലെ ജോലികൾ, പല കഷ്ടങ്ങൾ, പല കാര്യങ്ങൾ, യാത്രകൾ, പല പ്രശ്നങ്ങൾ, വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് ഒത്തിരി പഠിക്കാൻ പറ്റിയില്ല. എന്നിട്ട് നീ ജയിച്ചില്ലേ? എന്നിട്ട് നീ ഉയർന്നില്ലേ? എന്നിട്ടും തമ്പുരാൻ നിനക്ക് മാർക്ക് തന്നില്ലേ? എൻ്റെ തമ്പുരാൻ്റെ വക്കൽ ബയോളജിക്കൽ ബ്ലെസ്സിങ്ങും ഉണ്ട്, തിയോളജിക്കൽ ബ്ലെസ്സിങ്ങും ഉണ്ട്. നമ്പർ 3, കർത്താവിൻ്റെ ഒന്നാമത്തെ പേര് ഉത്തരവാദി, രണ്ടാമത്തെ പേര് ജാമ്യക്കാരൻ, മൂന്നാമത്തെ പേര് യെശയ്യാപ്രവചനം 38:14. മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു. ഇവിടെ ഉണ്ട്, അവരെല്ലാം ഇവിടെ ഉണ്ട്. കൈ പൊക്കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ മതി. മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ വീട്ടിൽ കിടന്ന് കലപല കലപല എന്ന് ചലച്ചു. ഞാൻ പ്രാവ് പോലെ കുറുകി. എന്നാ വേറെ ചിലർ അങ്ങനല്ല, മിണ്ടത്തില്ല, ഒരു ജോലിയും ചെയ്യത്തില്ല, കുറുകി ഇങ്ങനെ ഇരിക്കും. പ്രാവ് പോലെ കുറുകി. എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി. പക്ഷേ ഈ മീവലും ഈ ചിലയ്ക്കുന്ന കൊക്കും ഈ പ്രാവിനും കൃപയുണ്ട്. കണ്ണങ്ങോട്ടാ? ഉയരത്തിലേക്ക്. അടുത്ത വാക്യം, ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു. ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു. നീ എനിക്ക് ഇട നിൽക്കണമേ. എന്തോ നിൽക്കണം? ഇട നിൽക്കണം. അതെന്താ പതുക്കെ പറഞ്ഞേ? ഇട നിൽക്കണമേ. ഒന്നുകൂടെ പറ. ഇട നിൽക്കണമേ. കർത്താവേ, നീ എനിക്ക് ഇട നിൽക്കണം. എനിക്കൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന്റെയും എന്റെയും കൂടെ ഇടയ്ക്ക് നീ കയറി ഒന്ന് നിൽക്കണം. സ്തോത്രം പറഞ്ഞാട്ടെ, ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. തമ്പുരാനോട് ഇന്ന് രാത്രി പറ, കർത്താവേ, എന്റെ പ്രശ്നത്തിന്റെ ഇടയിൽ നിൽക്കാൻ ഒരു സത്യസന്ധനായ, ഒരു വിശ്വസ്തനായ ഒരു ഇടനിലക്കാരനെ എനിക്ക് വേണം. വീട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ വിശ്വസിച്ച് ആരെ വിളിക്കും? ഇടനിലയ്ക്ക്. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? மனைவிக்கும் புருஷனுக்கும் பிரச்சனை. இந்த பேசி முடிக்கிறதுக்கு வேண்டி இன்னொரு ஆளை ஊரில் உள்ள ஒரு மனுஷனை கூப்பிட்டுருக்கு. அந்த ஆள் வந்து 4-5 தடவை இந்த வீட்டில் பேசியாச்சு. 6வது தடவை புருஷன் இல்லாத நேரத்தில் அவர் வந்தார். புருஷன் வரும்போது மனைவி வீட்டில் இல்லை. லாஸ்ட் ஒரு ஃபோன் வந்துச்சு, அவர் 2 பேரும் சேர்ந்து மும்பை போயிட்டாங்களாம். இவனை எல்லாம் கூப்பிட்டு இடநலக்காரனா எப்படி வைப்பேன்? ഈ വിഷയം ഹിസ്കിയാവും യെശയ്യാവും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഹിസ്കിയാവിനോട് ദൂത് പറയാൻ ദൈവം യെശയ്യാവിനോട് പറഞ്ഞു. പ്രവാചകൻ യെശയ്യാവ് എന്ന് ഹിസ്കിയാവിനോട് ദൂത് പറഞ്ഞു. ദൂത് ഇങ്ങനെയാണ്, ഒത്തിരി ഒന്നുമില്ല. അതിൻ്റെതായ വഴികളിൽ, അതിൻ്റെതായ വാക്കുകളിൽ, അതിൻ്റെതായ ഗുണ്ടുമണികൾ, ഇങ്ങനെ വലിയ പ്രവചനമൊന്നുമില്ല. ചിലർ അരമണിക്കൂർ പ്രവചിച്ചാലും അതിനകത്തുനിന്ന് അരിച്ച് പിഴിഞ്ഞ് കിഴിച്ചെടുത്താൽ 1-2 സെന്റൻസേ കാണുള്ളൂ അർത്ഥമുള്ളത്. ഇതിപ്പോൾ യെശയ്യാവ് പറഞ്ഞത് കറക്റ്റ് സെന്റൻസ് ആയിരുന്നു. ഹിസ്കിയാവേ, ദൈവം എന്നോട് പറയുന്നു, നീ മരിച്ചു പോകും. അതുകൊണ്ട് ഗ്രഹകാര്യം ക്രമത്തിലാക്കും. കിഷോർ പാസ്റ്റർ ഒരു പ്രവാചകനാണെന്ന് എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ പ്രവാചകനല്ല, പക്ഷെ ദൂതൊക്കെ പറയുന്ന ആളാണ്. കേരള മുഖ്യമന്ത്രിയോട് ഇങ്ങനെ പറയാൻ ദൈവം പറഞ്ഞ പോയി പറയുമോ? പാസ്റ്ററെ ഞാൻ പ്രസംഗിക്കാൻ വിളിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ അങ്ങനെയുള്ള ചോദ്യം ഒന്നും ചോദിക്കല്ല. அவன் முதலமைச்சர்கிட்ட போய் சொன்னா சொல்லு. இந்த காலத்தில் சொல்ல கொஞ்சம் கஷ்டப்படுவாங்க. ஆனால் உயிர் மேலே ஆசை இல்லாதவங்க சொல்லலாம்.
മസ്കറ്റിൽ പ്രളയം വരാൻ പോകുന്നുവെന്ന് മസ്കറ്റ് ചർച്ച് ഓഫ് കോഡിൽ ഒരു വിശ്വാസിയായ രാജു എന്ന് പറയുന്ന ഒരു സഹോദരനെ ദൈവം വെളിപ്പെടുത്തി. ഞാൻ രാജുവിൻ്റെ വീട്ടിൽ പോയി താമസിച്ച് രാജുവിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച ആളാണ് ഞാൻ. ആ ദൂത് പറഞ്ഞ രാജുവിനെ എനിക്കറിയാം. രാജ്ചാൻ എന്നാണ് ഞാൻ വിളിക്കുന്ന, പ്രായമുള്ള ആൾ. ഇത് ഓൺലൈനിൽ പോകുന്നതാണ്, രാജ്ചാൻ കേൾക്കുന്നുണ്ടാകും. അദ്ദേഹം പോയി കൊട്ടാരത്തിനകത്ത് എന്ന് പറയാൻ കയറ്റി വിട്ടില്ല. മസ്കറ്റിൽ പ്രളയം വരാൻ പോകുന്നെന്ന് ഒരു വിശ്വാസി ചർച്ച് ഓഫ് കോഡിലുള്ള ഒരു രാജ്ചാനോട് പറഞ്ഞു. കേട്ടിട്ടുണ്ടോ സംഭവം? അവസാനം അദ്ദേഹത്തെ പിടിച്ച് അവിടുത്തെ അധികാരികൾ ജയിലിലിട്ടു. മസ്കറ്റ് എന്ന് പറയുന്ന രാജ്യത്ത് പ്രളയം വരാൻ പോകുന്നു, ഇവിടെ വലിയ പ്രശ്നം വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. ജയിലിലിട്ടപ്പം അദ്ദേഹത്തെ താഴെയാണ് ഇട്ടത്, അണ്ടർഗ്രൗണ്ടിലാണ് ഇട്ടത്. അപ്പം അദ്ദേഹം അവിടുത്തെ പോലീസുകാരോട് പറഞ്ഞു, ദയവായിട്ട് എന്നെ 3-ാമത്തെയോ 4-ാമത്തെയോ നിലയിലോട്ട് ജയിലിലോട്ട് ഇടാൻ പറഞ്ഞു. അതെന്തിനാ ചോദിച്ചു? താഴെ വെള്ളം കയറും, അതുകൊണ്ടാണ് പറഞ്ഞു. ഇത് എന്നോട് രാജ നേരിട്ട് പറഞ്ഞ ദൂതുകളാണ്. അവസാനം അദ്ദേഹം പറഞ്ഞ ഡേറ്റിന് വേണ്ടി മസ്കറ്റിലെ രാജാവൊക്കെ കാത്തിരുന്നു. മഴ പെയ്യാൻ തുടങ്ങി, മസ്കറ്റിൽ വെള്ളം കയറാൻ തുടങ്ങി. ആയിരക്കണക്കിന് കാറുകൾ ഒലിച്ചുപോയ മസ്കറ്റിലെ പ്രളയം. അതിന്റെ വർഷങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷേ ഈ സംഭവം കറക്റ്റാണ്. ഇത് ഓൺലൈനിൽ കേൾക്കുന്നവർക്കറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ആത്മാവാണ് പറയുന്നതെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അത് സംഭവിച്ചിരിക്കും. ദൈവം പറഞ്ഞാൽ നീ പറയാൻ മടിക്കണ്ട. ഏത് രാജാവിനോടും പറയാൻ മടിക്കണ്ട. രാജാവിനോട് പ്രവാചകൻ പോയി പറഞ്ഞു, നീ മരിച്ചു, ഗ്രഹകാര്യം ശരിയാക്കിക്കൊള്ളാൻ പറഞ്ഞു. കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലായ രാജാവ് ഭിത്തിയുടെ നേരെ മുഖം തിരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ സ്വോത്ര കാഴ്ചയ്ക്കൊന്നും വേണ്ടി യശാവ് നിന്നില്ല, കാരണം ദൂത് ആ സൈസാണ്. പെട്ടെന്ന് അദ്ദേഹം നടന്നു പോകുമ്പോൾ കട്ടളപ്പടി കിടക്കുന്നതിന് മുമ്പ് ദൈവാത്മ പറഞ്ഞു, 1 മിനിറ്റ് ചെന്ന് പറ മരിക്കത്തില്ലെന്ന് പറയാൻ. ആദ്യത്തേത് എങ്ങനെയും പറയാം, രണ്ടാമത്തേത് പറഞ്ഞ ദൂത് കറക്റ്റ് അല്ലെന്ന് രണ്ടാമത് ചെന്നെങ്ങനെ പറയും? പക്ഷെ അതും യെശയ്യാവ് പറഞ്ഞു, നിന്റെ ആയുസ്സിനോട് ദൈവം 15 വർഷം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നടന്ന പ്രാർത്ഥനയിലാണ് ഹിസ്കിയാവ് ഈ വിഷയം പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, എനിക്കൊരു ഇടനിലക്കാരൻ വേണം. ആമേൻ. എതിർകക്ഷി ആരാ? ദൂതന്തോ മരിച്ചു പോകും. അപ്പൊ എതിർകക്ഷി ആരാ? മരണം. എതിർകക്ഷി. അപ്പൊ ഹിസ്കിയാവ് പ്രാർത്ഥിക്കുന്ന, കർത്താവേ, എൻ്റെ എതിർകക്ഷി മരണമാണ്, എൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്ക്. ഇപ്പം ഞാൻ പാസ്റ്റർ കിഷോറിനോട് പറയാം, പാസ്റ്റർ എനിക്കൊരു വിഷയമുണ്ട്, തിരുവനന്തപുരം വരുമെന്ന് പറയണോ, അല്ലെ തിരുവല്ല വരുമെന്ന് പറഞ്ഞു. അയ്യോ പാസ്റ്റർ ഞാൻ വരാം, എൻ്റെ വണ്ടിയെ ഞാൻ വരാം, ഞങ്ങൾ കുടുംബമായിട്ട് വരാമെന്ന് പറയും. അപ്പം ഞാൻ പറയാണ് വിഷയം മരണമാണ് എന്ന് പറയുമ്പം അകത്തോട്ട് ചെന്ന് സിസ്റ്ററുമായിട്ടൊന്ന് ആലോചിച്ച് ചിറങ്ങി വന്ന് പാസ്റ്റർ പറയും, ഞങ്ങൾക്ക് ആ ദിവസം നാഗർകോവിലൊരു പ്രോഗ്രാം ഉണ്ട്. കാരണം ഇതിനാരും ഇടത്തിലേക്ക് നിൽക്കും. ഒരൊറ്റ ആൾക്ക് മാത്രമേ മരണത്തിന് നമ്മുടെ ഇടയ്ക്ക് നിൽക്കാൻ പറ്റൂ. അത് മരണത്തെ ജയിച്ചവനോ, മരണത്തിന് മേൽ അധികാരമുള്ളവനോ. ഇന്ന് രാത്രി ഡോക്ടർ നിന്നോട് മരണമാണ് പറഞ്ഞെന്നിരിക്കട്ടെ. ആരോടൊക്കെ ദൈവം സംസാരിക്കുന്നു, നീ മരിക്കത്തില്ല. നിന്റെ മരണത്തിന്റെ ഇടയ്ക്ക് തമ്പുരാൻ ഇറങ്ങി നിൽക്കുക. ഇന്ന് രാത്രി നീ മരിക്കത്തില്ല. കർത്താവിൻ്റെ ഇടനിലക്കാരനാ. ഞാൻ 4-ാമത്തെയും കൂടെ പറഞ്ഞ എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരാം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 5-ാം വാക്യം. ഒരുത്തൻ മല്ല് കെട്ടിയാലും, അതല്ല, 1 തിമോത്തിയോസ് 2-ാം അധ്യായം 5-ാം വാക്യം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ ഏക മധ്യസ്ഥൻ.
കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച മധ്യസ്ഥൻ, സ്വർഗത്തിനും ഭൂമിക്കും നടുവിൽ ഇറങ്ങി വന്ന മധ്യസ്ഥൻ, ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ നിന്ന മധ്യസ്ഥൻ. ഇന്ന് രാത്രി കാലഘട്ടത്തിന്റെ മധ്യഭാഗത്ത് നിന്ന മധ്യസ്ഥൻ, ലോകത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന മധ്യസ്ഥൻ, അവൻ ജെറുസലേം എന്ന ഈ ലോകത്തിന്റെ മധ്യഭാഗത്ത് പിറന്ന ബേത്ലഹേമിൽ ജനിച്ച മധ്യസ്ഥൻ, ഒടുവിൽ 2 കള്ളന്മാരുടെ നടുവിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവനെ മറുവിലയായി തന്ന കാൽവറിയിലെ മധ്യസ്ഥൻ. എൻ്റെ കർത്താവിൻ്റെ 4 പേരുകളാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. 1, അവൻ എൻ്റെ ഉത്തരവാദിയാണ്. 2, അവൻ എൻ്റെ ജാമ്യക്കാരനാണ്. 3, അവൻ എൻ്റെ ഇടനിലക്കാരനാണ്. 4, അവൻ എൻ്റെ മധ്യസ്ഥനാണ്. നമുക്ക്